ഇനി ആകെ 30 ഡേയ്സ് ആണ് നമ്മളുടെ എക്സാമിന് ബാക്കിയുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ 30 ഡേയ്സിൻ്റെ കൗണ്ട് ഡൗൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ചിന്തകളായിരിക്കും. പഠിച്ചിനി തീർക്കാൻ വേണ്ടി പറ്റുമോ, ഇനി എത്ര പോർഷൻസ് ഉണ്ട്, അതുമാത്രമല്ല എക്സാം അടുക്കുന്ന ദിവസം ആ ഒരാഴ്ച, അതായത് നമ്മളിപ്പം ഓഗസ്റ്റ് 18th നിങ്ങളുടെ എക്സാം തുടങ്ങുന്നതെങ്കിൽ ആ 18th മുമ്പുള്ള 1 വീക്ക് നമുക്ക് പഠിക്കാനായിട്ടോ പുതിയ ടോപ്പിക്സ് പഠിക്കാനോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ 30 ഡേയ്സ് കൊണ്ട് നമ്മൾ എങ്ങനെ പഠിച്ചു തീർക്കും? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 30 ഡേയ്സ് ഉണ്ടെങ്കിലും ആ 30 ഡേയ്സ് നമ്മൾ എടുക്കുന്നില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 21 ഡേയ്സ് ചാലഞ്ചാണ്. ഈ ഒരു ചാലഞ്ച് നിങ്ങൾ സിൻസിയറായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 21 ഡേയ്സ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനും അത് ഫോളോ ചെയ്യാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു ടൈം ടേബിളാണ്. ഓക്കെ, അപ്പം ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ 6ാം ക്ലാസ് മുതൽ 12th വരെയുള്ള ഏത് കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ 3 വീക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം തന്നെ ഇപ്പം ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ എപ്പോഴാണോ കാണാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എപ്പോഴാണെങ്കിലും നിങ്ങൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങണം. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു പെർഫെക്റ്റ് ടൈം ടേബിളാണ്, അല്ലെങ്കിൽ ഒരു പ്ലാനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഡേയ്സ് മുന്നോട്ടേക്ക് പോകുന്തോറും എന്താണ് നമുക്ക് സമയം കുറഞ്ഞു വരും. ആ 21 ഡേയ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെയാകും. ഓക്കെ, അപ്പം നമ്മളൊരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓണം എക്സാമിനുണ്ട്. ഓക്കെ, അത് ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്യുക ഓരോ സബ്ജക്ട്സിൻ്റെയും. അങ്ങനെ നിങ്ങൾ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് അറിയാമെന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യുക. കാരണം നമ്മളൊരു എക്സാം നമ്മൾ നോക്കി കാണുമ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഇത്രയും ദിവസമുള്ളൂ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ വരും. നേരെ മറിച്ച് നമ്മൾ ചാപ്റ്റേഴ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് അതിൽ അറിയുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ മാർക്ക് ചെയ്ത് അറിയാത്ത ചാപ്റ്റേഴ്സിനെ മാത്രം കൗണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഇനി പഠിക്കാനുള്ളൂ, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ആദ്യമേ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ 3 വീക്കാണുള്ളത്, 21 ഡേയ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഓരോ വീക്കിലും ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യം ഫസ്റ്റ് വീക്ക് തന്നെ എടുത്ത് തുടങ്ങാം. അപ്പോൾ ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡേയ്സ് ലീവ് കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ മഴ കാരണം കുറേ ലീവൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നാളെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സൺഡേ ആണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ഈ വീക്സിൽ നിങ്ങൾക്ക് ലീവ് വരുന്നുണ്ട്, അത് മാത്രമല്ല നിങ്ങൾക്ക് എത്ര ടൈം ഒഴിവ് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയം നിങ്ങൾ ഏതാണെന്ന് നോക്കുക. നിങ്ങളുടെ ചായകുടി പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്ര മണിക്കൂറുകൾ ബാക്കിയുണ്ടെന്ന് നോക്കുക. അതനുസരിച്ചായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പഠിക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു ഒട്ടും പഠിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്ററെങ്കിലും ഒരു സബ്ജക്റ്റിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ. ആൻഡ് അതല്ലാതെ നിങ്ങൾക്കുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുക. ഓരോ ദിവസവും നിങ്ങൾക്കുള്ള സമയമനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതിൽ തന്നെ ഒരു ദിവസം ഒരു 2 സബ്ജക്ട്സ് വെക്കുക. ഒരു സബ്ജക്റ്റ് മാത്രം ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോറടിക്കാനൊക്കെ തുടങ്ങും. അപ്പം ഓരോ ദിവസവും ഒരു 2 സബ്ജക്ട്സ് നമ്മൾ പഠിക്കും എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. അതിൽ തന്നെ ഫുൾ ചാപ്റ്റർ പഠിക്കണം എന്ന് നമ്മൾ അങ്ങോട്ട് വാശി പിടിക്കേണ്ട. നമുക്ക് എത്ര സമയമാണോ ബാക്കിയുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് വരെ പഠിക്കും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് വരെ പഠിക്കും. അങ്ങനെ ഒരു 2 സബ്ജക്ട്സ് വെച്ച് നിങ്ങൾ ഓരോ വീക്കിന് വേണ്ടി പ്ലാൻ ചെയ്യാം. ഇപ്പോൾ നാളെ സൺഡേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 സബ്ജക്ട്സിൽ ചുരുക്കണം എന്നില്ല, നമ്മളൊരു 3 സബ്ജക്ട്സിൽ ഓരോ ചാപ്റ്റേഴ്സ് വീതം പഠിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അത് തന്നെ ഓരോ ചാപ്റ്ററിൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും കണ്ടൻറ്റ് എണ്ണം കുറയ്ക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു പ്ലാൻ നിങ്ങൾ ഇന്നുണ്ടാക്കുമ്പം അതൊരു വീക്ക്ലി പ്ലാൻ ആയിരിക്കണം. സൺഡേക്ക് മാത്രമോ അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയോ മാത്രമായിരിക്കരുത്, ഒരു വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ രണ്ടാമത്തത് വെറും പ്ലാൻ ഉണ്ടാക്കിയിരുന്നുകൊണ്ട് കാര്യമില്ല, നമ്മൾ പഠിച്ചു തുടങ്ങണം അല്ലേ. അപ്പോൾ അങ്ങനെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും ബൈഹാർട്ട് ചെയ്യരുത്. കാരണം നമുക്ക് സമയം കുറവാണ്, നമുക്ക് കുറേ പഠിക്കാനും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഈസി ആയിട്ടൊരു കാര്യം ചെയ്യുന്നത് ബൈഹാർട്ടിങ് ആണ്. അങ്ങനെ ബൈഹാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു തോന്നൽ വരും, കുറച്ച് സമയം കൊണ്ട് നമ്മൾ കുറേ പഠിച്ചെടുത്തു എന്ന് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. ആക്ച്വലി നമുക്ക് ആ കുറച്ച് സമയം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുമെങ്കിലും അത് വളരെ ഷോർട്ടായിട്ട് മാത്രമേ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുള്ളൂ.
അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പം അത് ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ള പഠിത്തമാക്കുക. അതിൽ നമ്മൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് നിങ്ങളെ ടീച്ചേഴ്സ് വളരെ നല്ലതായിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, ആ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട്സ് നല്ല ഈസി ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. ഇനി അതല്ല ഇപ്പം നിങ്ങൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചിലുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്, ആ രീതിക്ക് നിങ്ങൾ പഠിക്കാം. ഇനി അതുമല്ല നിങ്ങൾ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഓരോ ചാപ്റ്റേഴ്സ് നോക്കാം, അത് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണമെന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾക്കിനി ഈ ഓരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ സബ്ജക്ട്സിലെ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെയുള്ള മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതല്ല നിങ്ങൾ നമ്മുടെ എക്സാമിനറുടെ ബുക്ക് സെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇനി അതുമല്ല നമ്മുടെ യൂട്യൂബിൽ നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ആകുമ്പം ഇനി അതുമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഓരോ ഡേയ്സിലും നിങ്ങൾ ഓരോ സബ്ജക്റ്റും ആ ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു ഡേ ആ വീക്കിൽ തന്നെ റിവിഷന് വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ റിവിഷന് വേണ്ടി വെക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു മിസ്റ്റേക്ക് എല്ലാവരും വരുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് പഠിച്ച് പോകും, പകരം ക്വസ്റ്റ്യൻസ് ചെയ്യില്ല. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് കാണാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതിയൊരു പ്രാക്ടീസ് ഉണ്ടാവില്ല, ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയം ഉണ്ടാവില്ല. അങ്ങനെ കുറേ മക്കൾക്ക് മാർക്ക് നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു ലാസ്റ്റ് മിനിറ്റുള്ള പഠിത്തത്തിൽ നമ്മൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒന്നെങ്കിൽ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ചാപ്റ്റർ നമ്മൾ ആ ഒരു വീക്കിൽ ഏതൊക്കെ പഠിച്ചോ അതിൻ്റെ റിവിഷൻ നമ്മൾ ചെയ്യണം. ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇതിൽ നമ്മളുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ വീക്ക്ലി ഒരു ദിവസം നിങ്ങൾ റിവിഷൻ ടൈം ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചാപ്റ്റർ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ അടുത്ത വീക്കിലേക്ക് പോകുന്തോറും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റെങ്കിലും നമ്മൾ ഓരോ സബ്ജക്ട്സിൻ്റെയോ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയോ എടുത്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് അറിയാം, ക്വസ്റ്റ്യൻസ് അറിയാം, പക്ഷേ നമ്മളൊരു ടെസ്റ്റ് എടുത്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടൈം മാനേജ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. കാരണം നമ്മളുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ല, മിക്സ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം, എത്ര സമയം എടുക്കണം, 2 മാർക്ക് ക്വസ്റ്റ്യന് എത്ര സമയം എടുക്കണം, അതുപോലെ 3 മാർക്സ് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ടെസ്റ്റ് എടുത്തുള്ള പ്രാക്ടീസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ടെസ്റ്റ് എടുക്കുക, ടൈം ബൗണ്ടഡ് ആയിട്ട് ടെസ്റ്റ് എടുക്കുക. ഇപ്പോൾ നിങ്ങളൊരു 10 മാർക്കിൻ്റെ ടെസ്റ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ ഫസ്റ്റായിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ ടൈം വെക്കുക, 30 മിനിറ്റ്സ് കൊണ്ട് ഈ ടെസ്റ്റ് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ആ രീതിയിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് എന്ത് ചെയ്യാം, ടെസ്റ്റ് എടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, സിൻസിയറായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താണ്, തെറ്റാണെങ്കിൽ തെറ്റ് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് എനിക്കിവിടെ തെറ്റ് പറ്റി എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. ആ തെറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് വരത്തില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 3 വീക്കിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഒരു റഫ് പ്ലാന് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ സിൻസിയറായിട്ടാണ് നിങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തു, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കി എന്നുള്ളത്. ഇത് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു 21 ഡേയ്സിൽ ഈ കാര്യങ്ങൾ ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് എക്സാമിന് ടെൻഷനില്ലാതെ പഠിക്കാനും പറ്റും. ഓക്കെ, ഇനി ഈ ലാസ്റ്റ് വീക്കിൻ്റെ പ്രത്യേകത, നിങ്ങളൊന്നും പുതിയതായിട്ട് പഠിക്കരുത്. ഓക്കെ, കംപ്ലീറ്റ് ഈ നമ്മളിപ്പം ഓഗസ്റ്റ് 18-നാണ് നിങ്ങളുടെ എക്സാം തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുൻപുള്ള ഒരു 7 ദിവസം നിങ്ങൾ എന്തായിരിക്കണം, റിവിഷൻ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റണമെങ്കിൽ മിസ് ഈ പറഞ്ഞ ഈ ഒരു 21 ഡേയ്സ് ചാലഞ്ച് നിങ്ങൾ ചെയ്തിരിക്കണം. ആ ഒരു റിവിഷൻ സമയത്ത് നമ്മൾ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ഇനി അതല്ല നമ്മുടെ എക്സാം ടൈമിൽ നമ്മുടെ എക്സാമിനറിൻ്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും റിവിഷനും ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അത് നിങ്ങളുടെ താല്പര്യം പോലെ. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങൾ ഈ 3 വീക്കിലൊന്ന് ചെയ്ത് നോക്കുക. വെറും 21 ഡേയ്സ് മാത്രമേ നമ്മൾ ഈ ഒരു ചാലഞ്ച് പറയുന്നുള്ളൂ. നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടാക്കുന്നു, അത് ഇന്ന് തന്നെ ചെയ്യുന്നു, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു. രണ്ടാമത്തേതായിട്ട് നമ്മൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം അവിടെ കൊടുക്കുന്നു, തീർച്ചയായിട്ടും ടെസ്റ്റ് എടുത്തിരിക്കണം, നിങ്ങൾ റിവിഷനുള്ളൊരു സമയവും കൊടുക്കുന്നു. ഈ കാര്യങ്ങൾ 21 ഡേയ്സ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ലാസ്റ്റ് വീക്ക് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യുന്നു.
ഓക്കെ. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സമയത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. ചില ആൾക്കാർ രാത്രി പഠിക്കും, ചില ആൾക്കാർ രാവിലെ പഠിക്കും. അത് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾ പഠിക്കുക. പഠിക്കുമ്പോൾ ഫുൾ ലെങ്ത്ത് ഉറക്കമൊഴിച്ചൊന്നും പഠിക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെ ഉറക്കമൊഴിച്ച് പഠിക്കുമ്പം നിങ്ങൾ പെട്ടെന്ന് എനർജി നഷ്ടപ്പെട്ട് ടയേർഡായി ഈ പഠിത്തം എന്ന് പറയുന്ന സാധനം നിങ്ങൾ മടുക്കും. അത് ചെയ്യാതിരിക്കുക. പിന്നെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു 5 മിനിറ്റ്സ് ബ്രേക്കൊക്കെ എടുത്തിട്ട് പഠിക്കാം. ഓക്കെ. സൺഡേയ്സിൽ മിക്കവാറും നിങ്ങൾ റിവിഷനും കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും. റെഡി? ഈ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. കാരണം നിങ്ങളിത് ഷെയർ ചെയ്യാതെ എടുക്കുന്നിടത്തോളം അവരായിരിക്കും കഷ്ടപ്പെടുന്നത്, അല്ലേ? അപ്പം ഷെയർ ചെയ്യുമ്പോൾ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു കുട്ടികളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. നമ്മുടെ കയ്യിൽ 30 ദിവസമേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ 30 ദിവസമുണ്ട്. ഈ 30 ദിവസം അല്ലെങ്കിൽ ഈ 21 ദിവസം നിങ്ങൾ വൃത്തിയായിട്ട് ഫോക്കസ്ഡായിട്ട് പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ എക്സാം നമ്മൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുകയാണ്, ഈ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.